അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാമ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുള്ളയുടെ ഇത്ഹാഫുൽ കിറാം എന്ന് പറയുന്ന ഹദീസിൻ്റെ പുസ്തകത്തിൽ ആദാബുകളെക്കുറിച്ച് പറയുന്ന കിതാബിലാണ് നമ്മൾ വായിക്കുന്നത്. മുഅ്മിനീങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധവിച്ഛേദനം അത് പാടില്ല, ബന്ധം മുറിക്കാൻ പാടില്ല. അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞ ഹദീസ് വഅൻ അബി അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യഹില്ലു ലിമുസ്ലിമിൻ അൻ യഹ്ജുറ അഖാഹു ഫൗഖ സലാസി ലയാലിൻ. ഒരു മുഅ്മിനായ ഒരു മുസ്ലിമായ മനുഷ്യന് അനുവാദമില്ല അവൻ്റെ ആദർശത്തിലുള്ള സഹോദരനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ, അത് മുറിച്ച് ഒഴിവാക്കാൻ. ഫൗഖ സലാസി ലയാലിൻ, 3 ദിവസത്തിൻ്റെ മേലെ. മനുഷ്യരായ നമ്മൾ പരസ്പരമുള്ള ബന്ധങ്ങളിൽ ഏതെങ്കിലും നിലക്കൊക്കെ വാക്കുകളിൽ കൂടെയോ പ്രവൃത്തികളിൽ കൂടെയോ ഇടപാടുകളിൽ കൂടെയോ പെരുമാറ്റത്തിൽ കൂടെയൊക്കെ ചിലപ്പോൾ നമുക്ക് പ്രയാസമുണ്ടാക്കുന്നത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വീഴ്ചകളും അതേപോലെ തന്നെ എന്തെങ്കിലും വിഡ്ഢിത്തരങ്ങളും നമ്മോട് കാണിക്കേണ്ടുന്ന ബാധ്യതകൾ, കാര്യങ്ങൾ അതിൽ കുറവ് വരുത്തലുമൊക്കെ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അത് മനസ്സിൽ എന്താകും, പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർക്കും, വെറുപ്പുണ്ടാക്കും, ദേഷ്യമുണ്ടാക്കും. അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ തന്നെ ആ മനസ്സിലുള്ള വെറുപ്പും ആ വിദ്വേഷവും ആ അകൽച്ചയും ആ ബന്ധത്തിൻ്റെ ആ മുറിക്കലൊക്കെ കയറി വന്നാൽ 3 ദിവസം അള്ളാഹുവിൻ്റെ ഭാഗത്തിന് വിട്ടുവീഴ്ച, ചില കാര്യങ്ങൾ തമ്മിലുള്ള വിഷയങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മനസ്സിനത് പോകൂല. അവനാ ചെയ്തത്, അവളാ പറഞ്ഞത്, എനിക്കത് എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും മനസ്സിൽ പോയി കിട്ടണില്ല എന്ന് പറയും ചില ആളുകൾ. അതങ്ങനെയാണ്. ചില വാക്കുകൾ, ചില പ്രവൃത്തികൾ അത് വല്ലാതെ മനസ്സിൽ അത് വേദന ഉണ്ടാക്കും, അത് വല്ലാത്ത മുറിവുകൾ ഉണ്ടാക്കും. അത് കൂടി വരണമെന്നുണ്ടെങ്കിൽ അതിന് സമയം പിടിക്കും ചെയ്യും, അതിന് സമയങ്ങൾ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ദിവസമോ 2 ദിവസമോ ഏറി വന്നാൽ 3 ദിവസമൊക്കെ അങ്ങനെ ആ ബന്ധം വിച്ഛേദിക്കണം, മുറിക്കണം എന്നല്ല. നമ്മുടെ ബലഹീനത കാരണം ചില ഇടപാടുകളും ചില പെരുമാറ്റങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു അകലും ആ ഒരു ഗ്യാപ്പ് മനസ്സിൽ വരും. നാം എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും എത്ര മറക്കാനും പൊറുക്കാനും ശ്രമിച്ചാലും ഒരു പക്ഷേ നമുക്കതിന് സാധിക്കാതെ വന്നേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ 1 ദിവസമോ അതല്ലെങ്കിൽ 2 ദിവസമോ ഏറി വന്നാൽ 3 ദിവസം വരെ ആ പറയുന്ന ബന്ധം മുറിച്ചുകൊണ്ട് അതിനെ കുറ്റപ്പെടുത്താൻ പറ്റുകയില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഇവർക്ക് ശിക്ഷയുണ്ടാവുകയില്ല. ആക്ഷേപിക്കപ്പെട്ടതിൽ അത് ഇവരുടെ നിസ്സഹായതയാണ്. അത് നമുക്ക് മാറ്റി തിരുത്തി നന്നാക്കി കൊണ്ടുവരാൻ കഴിയാത്ത നമ്മുടെ ബലഹീനതയാണ്. ആ 3 ദിവസം അതിന് അനുവാദമുണ്ട്. അങ്ങനെ പിന്നെ 2 ആളും തമ്മിൽ 3 ദിവസത്തിലേറെ കൂടുതൽ ദിവസങ്ങൾ അവർ ബന്ധം മുറിച്ചുകൊണ്ട് യൽതഖിയാനി, പരസ്പരം അവർ കണ്ടുമുട്ടും. അങ്ങാടിയിൽ വെച്ചോ വഴിയിൽ വെച്ചോ പള്ളിയിൽ വെച്ചൊക്കെ പരസ്പരം കണ്ടുമുട്ടും. ഫയുഅരിദു ഹാദാ വയുഅരിദു ഹാദാ, ഇവൻ ഇങ്ങോട്ട് തിരിഞ്ഞു പോകും, മറ്റവൻ അങ്ങോട്ടും തിരിഞ്ഞു പോകും. കണ്ടുമുട്ടിയാൽ സലാം പറയൂല, കൈ കൊടുക്കൂല, അവർ മുഖത്തോട് മുഖം തിരിഞ്ഞു വരൂല. അങ്ങനെ ഒഴിഞ്ഞ് തിരിഞ്ഞ് പിരിഞ്ഞു പോകുക അത് പാടില്ല. വഖൈറുഹും അല്ലദീ യബ്ദഉ ബിസ്സലാം, അവരിൽ ഏറ്റവും ഉത്തമനായ വ്യക്തി ഏറ്റവും ആദ്യം സലാം പറഞ്ഞ് ആരംഭം കുറിക്കുന്നവ ആരാണോ അവൻ. അതിന് കുറച്ച് പ്രയാസം ഉണ്ടാകും, മനസ്സിലതിന് കുറച്ച് വിഷമമുണ്ടാകും. ഇങ്ങനത്തെ വെറുപ്പും കാര്യങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ്റെ മുന്നിലേക്ക് ചെന്ന് അസ്സലാമു അലൈക്കും എന്നൊക്കെ പറയണമെങ്കിൽ മനസ്സിന് കുറച്ച് പ്രയാസങ്ങൾ അനുഭവപ്പെടും. അത് സ്വാഭാവികമാണ്. പിശാചാണെങ്കിൽ അവനെ കൊണ്ട് കഴിയും പോലെ തമ്മിലുള്ള ആ വെറുപ്പിനുണ്ടായ കാരണം അതിങ്ങനെ ഊതി അത് കത്തിച്ചുകൊണ്ടേയിരിക്കും ചെയ്യും. ആ വെറുപ്പ്, ആ വിദ്വേഷം മനസ്സിൽ അതിനിങ്ങനെ നട്ടുവളർത്തി അതിനെ വലുതാക്കിക്കൊണ്ടേയിരിക്കും ചെയ്യും. അവനിപ്പോൾ പറയാൻ പാടില്ലാത്തതിനും ആൾക്കാരെ കൂട്ടത്തുനിന്ന് പറഞ്ഞതാണ്, ഞാനത്ര അങ്ങോട്ട് ചെയ്തതാണ്, അവനീ ചെയ്തത് വല്ലാത്തൊരു, ഇങ്ങനെ അവൻ്റെ മനസ്സിലിങ്ങനെ വസ്വാസുകളും മന്ത്രങ്ങളുമായിട്ട് പിശാച് ശ്രമിക്കുകയും ചെയ്യും. ചില പിശാചുകളായ ആളുകളും ഇങ്ങനത്തെ വിഷയത്തിൽ ആ ഗ്യാപ്പുകൾ, ആ വിടവുകൾ, ആ മുറിവുകൾ അത് കൂടാൻ വേണ്ടിയിട്ട് അതിൽ പ്രവർത്തിക്കും. 2 ആളുകളെയും അവരുടെ തമ്മിലുള്ള ബന്ധങ്ങളെ കൂട്ടിയണക്കാൻ ശ്രമിക്കുകയാണ് ഏറ്റവും നല്ലത്. സുൽഹിന് വേണ്ടി ശ്രമിക്കും.
അതാണ് ഏറ്റവും ഉത്തമമായത്, അതാണ് ദീനിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടത്. പക്ഷെ ചില ആളുകൾ ഇവൻ്റെ അടുത്ത് വന്നിട്ട് അവനെക്കുറിച്ചുള്ള വിദ്വേഷങ്ങളും വെറുപ്പുകളും, അവൻ ചെയ്തത് വല്ലാത്തൊരു പണിയായി, അവൻ പറയാൻ പാടില്ലാത്തതായിരുന്നു, അതല്ലെങ്കിലും അത് അവിടുന്ന്, അതല്ലെങ്കിലും അത് അവന് അവൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മുറിവ് കൂട്ടാനും ആ ഒരു ഗ്യാപ്പും ആ ഒരു വടവും അത് വലുതാക്കാനും ചില മനുഷ്യ പിശാചുകളും ശ്രമിക്കും. അപ്പം ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഈ മനുഷ്യൻ അവൻ ചെയ്ത അവൻ്റെ സഹോദരൻ വന്ന ആ വീഴ്ചകൾ മറക്കാനും പൊറുക്കാനും മാപ്പ് നൽകാനും തയ്യാറായി. അസ്സലാമു അലൈക്കും എന്ന് പറയാൻ തയ്യാറാകുക എന്ന് പറഞ്ഞതിൽ താഴ്മ അതിലാവശ്യമാണ്, വിനയം അതിലാവശ്യമാണ്, ക്ഷമ അതിലാവശ്യമാണ്. ആദ്യമായിട്ട് സലാം ആരാണോ പറഞ്ഞ് ആ ബന്ധം കൂട്ടിയണക്കാൻ ശ്രമിക്കുന്നു, അവനാണ് അതിൽ ഏറ്റവും ഉത്തമനായ ആള്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ കൂടെ പറഞ്ഞത്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ എന്ന്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, മുഅ്മിനീങ്ങൾ മാത്രമേ സഹോദരന്മാരുള്ളൂ എന്നതിൽ. ഇന്നമ എന്ന് പറയുന്ന ആ വാക്ക് അറബിയിൽ അത് ഹസുറിനെ ഫലം ചെയ്യുന്നു, അഥവാ ശേഷം പറയുന്ന കാലം അതിൽ മാത്രമുള്ളൂ. കുടുംബപരമായിട്ട് സാഹോദര്യമുണ്ടെങ്കിൽ പോലും അതിലേറെ മികച്ചു നിൽക്കുന്നതാണ് ആദർശത്തിലുള്ള സാഹോദര്യം എന്ന് പറയുന്നത്. ആദർശത്തിലുള്ള ദീനിന്റെ പേരിലുള്ള സാഹോദര്യം, അതാണ് യഥാർത്ഥ സാഹോദര്യം. അതാണ് ഈ ലോകത്തും പരലോകത്തും നിലനിൽക്കുന്നതും. അതാണ് അൽ അഖില്ലാഉ ബഅദുഹും ലിബഅദിൻ അദുവ്വൻ ഇല്ലൽ മുത്തഖീൻ. ഇല്ലൽ മുത്തഖീൻ, ആത്മമിത്രങ്ങളായിരിക്കും ഇവിടെ. കുടുംബപരമായിട്ടോ ഭൗതികമായ എന്തെങ്കിലും ലക്ഷ്യങ്ങളും താല്പര്യങ്ങളുടെ മേലും ഏറ്റവും ആത്മബന്ധമുള്ള സൗഹാർദ്ദമുള്ള ആളുകളായിരിക്കും. പക്ഷേ അതൊക്കെ ദുന്യാവിൽ ഖിയാമത്ത് നാളിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ ബന്ധങ്ങളും സൗഹൃദങ്ങളും അത് മുഴുവനും തകർന്നു പോകും. അവരൊക്കെ പരസ്പര ശത്രുക്കളായിട്ടാണ് പിന്നീട് അവിടെ വരും. അള്ളാഹുവിൻ്റെ ദീന് സ്വീകരിക്കുന്ന തടസ്സമായിക്കൊണ്ട് എൻ്റെ കൂടെ ഉണ്ടായ സുഹൃത്താണെങ്കിൽ, എൻ്റെ കൂടെ എനിക്ക് ഉപദേശ നിർദ്ദേശങ്ങളും സഹായം ചെയ്തു തന്നൊരു വ്യക്തിയാണെങ്കിൽ അവൻ ശത്രുക്കളായിരിക്കും, അവരവിടെ വെച്ച് ശത്രുക്കളായിരിക്കും. നേരെ മറിച്ച് മുത്തഖീങ്ങളായ ദീനിൻ്റെ പേരിലുള്ള ആദർശത്തിൻ്റെ പേരിലുള്ള ആ സൗഹൃദ ബന്ധം അത് ഈ ലോകത്തും അത് നിലനിൽക്കും, അത് ഖിയാമത്ത് നാളിലും നിലനിൽക്കും. അതുകൊണ്ട് തന്നെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, യഥാർത്ഥ ഉപകാരപ്രദമായ യഥാർത്ഥ സഹോദര്യ ബന്ധം, യഥാർത്ഥമായ ആ ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന ആ സാഹോദര്യം അത് മുഅ്മിനീങ്ങൾ തമ്മിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവർ ആ സാഹോദര്യ ബന്ധവും ആ ഇണക്കവും ആ പറയുന്ന ആദർശത്തിൻ്റെ പേരിലുള്ള ആ ഒത്തൊരുമയും അത് നിലനിന്ന് പോകാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ഓരോന്നും അതിൽ കൂടെയുള്ള നസീഹത്തുകളാണ്. ഖുർആനിൽ അതിലേക്ക് പ്രേരിപ്പിക്കുന്ന അധ്യായങ്ങളാണ് നമുക്ക് കാണാൻ കഴിയും. അത് പരസ്പരം മുറിഞ്ഞു പോകാൻ ഒരിക്കലും ഇടവരാത്ത നിലക്ക് ദീനിലും ദുന്യാവിലും വലിയ പ്രത്യാഘാതങ്ങൾ, വലിയ അപകടങ്ങൾ, പ്രയാസങ്ങൾ വരുത്തിവെക്കുന്ന നിലക്ക് ആ ബന്ധങ്ങൾ മുറിഞ്ഞു പോകാൻ ഒരിക്കലും ഇടവരാതിരിക്കണം. അതിനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങൾ തമ്മിലുള്ള വാക്കുകൾ, പ്രവർത്തികൾ, ഇടപാടുകൾ അതിൽ വളരെ കരുതൽ അത്യാവശ്യമാണ്. വളരെ കരുതൽ അത്യാവശ്യമാണ്. ചില ആളുകൾ വിഡ്ഢിത്തരം ചെയ്യും, ചില ആളുകൾ അശ്രദ്ധമായിട്ട് പലതും കാണിക്കും. ആ കാണിക്കുന്നത് കാരണം പിന്നീട് ആ സ്നേഹബന്ധങ്ങൾ അത് തകരാനും മനസ്സിൽ വന്ന് പറയുന്ന പ്രയാസങ്ങൾ വരാനൊക്കെ സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാക്കിൽ നിന്ന് വരുന്ന നമ്മുടെ പ്രവൃത്തികളിൽ നിന്ന് ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും ഈ ബന്ധങ്ങൾ മുറിയാനോ വെറുപ്പും വിദ്വേഷം ഉണ്ടാകാനോ കാരണമാകുന്നത് നമ്മുടെ വാക്കുകളിൽ കൂടെയോ പ്രവൃത്തികളിൽ കൂടെ ഉണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, കഴിഞ്ഞ ദർസുകളിൽ പറഞ്ഞിരുന്നു. യഥാർത്ഥ ഒരു മുസ്ലിം അവൻ്റെ നാവ് കൊണ്ടോ അവൻ്റെ കൈ കൊണ്ടോ അവൻ്റെ വാക്ക് കൊണ്ടോ അവൻ്റെ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവർക്ക് യാതൊരു പ്രയാസം ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത നിലക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടുന്ന അവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നത്. ചില ആളുകളെ വാക്ക്, ചില ആളുകളെ പ്രവൃത്തികൾ അവർ പക്ഷേ ശ്രദ്ധിച്ചിട്ടോ ശ്രദ്ധിക്കാതെയോ ഏതാണെങ്കിലും അതൊക്കെ മാനസികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അത് പിന്നീട് ബന്ധങ്ങൾ തകരാനും മുറിയാനും ശത്രുത കൂടാനും കാരണമാകും. അതൊരിക്കലും ഉണ്ടാവരുത്. ഫലാ യകൂനു ബൈനൽ അഖവൈനി മിനൽ മുഅ്മിനീന ഖതിയ, മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ പരസ്പരം വിദ്വേഷത്തോടു കൂടി ബന്ധം മുറിച്ചുകൊണ്ടുള്ളൊരവസ്ഥ ഉണ്ടാവരുത്. കമാ അന്നഹു ലാ യഹ്സുലു ഖതിയത്തുൻ ബൈനൽ അഖാരിബ്, ആദർശത്തിൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഉണ്ടാവരുത്, കുടുംബങ്ങളുടെ ഇടയിലും ഉണ്ടാവരുത്. ഫകദാലിക ലാ യകൂനു ഖതിയത്തുൻ ബൈനൽ മുഅ്മിനീന ഉമൂമൻ, പൊതുവിൽ മുഅ്മിനീങ്ങളുടെ ഇടയിൽ ഈ ബന്ധവിച്ഛേദനം ഉണ്ടാവരുത്. വഇന്നമാ യകൂനു ബൈനഹും അത്തവാസുലു വൽ മഹബ്ബ, അവരുടെ ഇടയിൽ എപ്പോഴും സ്നേഹവും ബന്ധവും ഈ പറയുന്ന ഒത്തൊരുമയും അതാണ് ഉണ്ടാവേണ്ടത്.
കാരണം ആ സാഹോദര്യം നിലനിൽക്കാൻ അത് അനിവാര്യമാണ് താൻ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഈ ഹജറിനെ കുറിച്ച് പറയാൻ കാരണം അതാണ്. ഹജറിന്റെ വിഷയത്തിൽ ദുന്യവിയായ കാര്യത്തിലുള്ള ഹജറാണ് താനും ഇവിടെ പ്രവാചകൻ പറഞ്ഞത്. ദുന്യവിയായ കാര്യത്തിലുള്ള സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടോ മറ്റ് ഏതെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അതിലുള്ള ഈ ബന്ധം മുറിയുന്ന വിഷയത്തിലാണ് 3 ദിവസത്തിൻ്റെ അപ്പുറത്തേക്ക് പോകരുതേ എന്ന് പറഞ്ഞത്. 3 ദിവസത്തിൻ്റെ അപ്പുറത്തേക്ക് പോകരുതേ എന്ന് പറഞ്ഞത് ഇദാ കാന മിൻ അജലി ഉമൂരി ദുനിയ, ദുന്യവിയായ കാര്യത്തിലുള്ള ഈ ബന്ധം മുറിയലാണെങ്കിൽ. لأن الناس قد يكون بينهم نزاع وخصومات في أمور الدنيا, ദുനിയാവിൻ്റെ കാര്യത്തിൽ ആളുകളുടെ ഇടയിൽ പിണക്കങ്ങളുണ്ടാകും, തർക്കങ്ങളുണ്ടാകും, പല വിഷയങ്ങളിലുണ്ടാകും. അതുകൊണ്ട് തന്നെ അതുണ്ടായാൽ ഏറി വന്നാൽ 3 ദിവസം അത് അവർക്ക് അതിൽ വിട്ടുവീഴ്ചയുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അതൊരിക്കലും പോകാൻ ഇടവരുത്തരുത്. അത് നിഷിദ്ധമായതാണ്, വിരോധിക്കപ്പെട്ടതാണ്, അത് അനുവാദമില്ലാത്ത കാര്യമാണ്. 3 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ മനുഷ്യർ ബലഹീനരാണ്. ചില വിഷയങ്ങൾ വന്നാൽ മനസ്സിൽ നിന്ന് പെട്ടെന്ന് അത് ഒഴിവാക്കാൻ ശ്രമിച്ചാലും അത് പോകൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊരു ആശ്വാസം അവരുടെ മനസ്സിനൊന്ന് പാകപ്പെടാനും അവരുടെ മനസ്സൊന്ന് റെഡിയായി തയ്യാറാകാൻ ഒരു 3 ദിവസത്തെ വിട്ടുവീഴ്ച നൽകി എന്നുള്ളതാണ്. ദുന്യാവിൻ്റെ കാര്യത്തിലാണ്. ഇനി ദീനിൻ്റെ വിഷയത്തിലാണെങ്കിലോ, ദീനിൻ്റെ വിഷയത്തിലാണ്. ശിർക്കിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, സുഹൃത്താണ്, ബന്ധത്തിലുള്ള ആളാണ്, ഓന് ശിർക്കിൻ്റെയും കുഫറിൻ്റെയും കാര്യങ്ങൾ ചെയ്യാണ്, ബിദ്അത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാണ്, പാപങ്ങൾ ചെയ്യാണ്. അവന് നസീഹത്തും കാര്യങ്ങളൊക്കെ കൊടുത്തും ചെയ്തു, കാര്യങ്ങൾ അവനോട് പറഞ്ഞു കൊടുത്തു, അവൻ സ്വീകരിക്കാൻ തയ്യാറല്ല. എന്നാൽ ദീനിൻ്റെ വിഷയത്തിൽ ഹജർ അനുവദനീയമാണ്. അത് 3 ദിവസത്തിലേറെ കൂടുതലും അത് അനുവാദമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റു 2 സഹാബികളും അവർ തബൂക്ക് യുദ്ധത്തിന് പോകാതെ നിന്നതിൻ്റെ പേരിൽ അവരോട് യുദ്ധം കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം പ്രവാചകൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിന് പോകുന്നില്ല? അവർക്ക് വ്യക്തമായൊരു കാരണം ബോധിപ്പിക്കാനില്ലായിരുന്നു. അവർ സത്യസന്ധരായിരുന്നു, സിദ്ഖുള്ള സഹാബികളായിരുന്നു. അതുകൊണ്ട് അവർ കപടവിശ്വാസികളെ പോലെ കളവൊന്നും പറഞ്ഞതുമില്ല. യുദ്ധത്തിന് പോരാതെ പിന്തി നിന്ന കാപട്യമുള്ള മുനാഫിഖീങ്ങളായ ആളുകളുണ്ടായിരുന്നു മദീനയിൽ. ആ മുനാഫിഖീങ്ങളോട് പ്രവാചകൻ കാരണം ചോദിച്ചപ്പോൾ അവരൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു വീട്ടിൽ ആളില്ലാത്തതുകൊണ്ടായിരുന്നു, മറ്റുള്ളവർ പറഞ്ഞു സാമ്പത്തിക ശേഷിയില്ലാത്തതുകൊണ്ടായിരുന്നു, വേറെ ചിലർ പറഞ്ഞു അവിടെ യൂറോപ്യന്മാരായ ഇംഗ്ലീഷുകാർ പെൺകുട്ടികൾ വന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റൂല, വിഡ്ഢികൾ വൃത്തികെട്ടവർ, അങ്ങനെയൊക്കെ പലതും പറഞ്ഞവർ പരിഹസിച്ചുകൊണ്ട്, പ്രവാചകനൊക്കെ പരിഹസിച്ചുകൊണ്ട്. ഈ 3 സഹാബികൾ പറഞ്ഞു ഞങ്ങൾക്ക് പറയത്തക്ക നിലക്ക് ഒരു കാരണമില്ലായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലേ, ഒരു കാരണം പറയാനില്ല, സത്യമാണ് പറഞ്ഞു. സത്യം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുനാഫിഖീങ്ങൾ കാരണം കളവ് പറഞ്ഞപ്പോൾ അവരോട് പ്രത്യക്ഷത്തിൽ പറഞ്ഞു അള്ളാഹു പുറത്തു തരട്ടെ, അള്ളാഹു മാപ്പ് നൽകട്ടെ എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കി. അവർക്ക് യാതൊരു പണിഷ്മെൻറ്റും ഇല്ല, അവരോട് യാതൊരു എതിർപ്പോ ഹജറോ ഒന്നുമില്ല. സത്യം ഈ പറയുന്ന 3 സഹാബികൾ സത്യം പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഇവർ സത്യം പറഞ്ഞു, നിങ്ങളുടെ വിഷയത്തിൽ അള്ളാഹു ഒരു തീരുമാനം എടുക്കുന്നത് വരെ എനിക്കതിൽ പറയത്തക്കൽക്കൊന്നും പറയാനുമില്ല, തീരുമാനം എടുക്കാനുമില്ല, പൊയ്ക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയി. അങ്ങനെ മറ്റുള്ള മുഅ്മിനീങ്ങളായ സഹാബികളോട് എല്ലാവരോടും ഇവരോട് ഇനി മുണ്ടാനോ സലാം പറയാനോ ബന്ധം നിലനിർത്താനോ പാടില്ല എന്ന് പറഞ്ഞാൽ ഹജർ പ്രഖ്യാപിച്ചു പ്രവാചകൻ. 50 ദിവസം അത് നീണ്ടു നിന്നു എന്നുള്ളതാണ്. അവരുമായിട്ടുള്ള ആ ഹജർ കാരണം മദീനത്തെ പള്ളിയിൽ വന്നാൽ ആരും അവരോട് സംസാരിക്കൂല, സലാം പറഞ്ഞാൽ മടക്കൂല. വേണ്ടപ്പെട്ട അടുത്ത ആളുകൾ ആണെങ്കിൽ പോലും ആരോട് സലാം പറഞ്ഞാലും മടക്കൂല, ആരൊന്നും സംസാരിക്കൂല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഭൂമി വിശാലമാണ്, അതോടുകൂടെ ഞങ്ങൾക്ക് ആ ഭൂമി ഇടുങ്ങിയതായി കുടുങ്ങിയതായി അനുഭവപ്പെട്ടു എന്നവർ പറഞ്ഞു. അള്ളാഹു അവർക്ക് അനുഭവപ്പെട്ട മാനസികമായ വിഷമം ഖുർആനിൽ കൂടെ വിവരിച്ച് നമ്മെ അറിയിക്കുകയും ചെയ്തു. 50-ാമത്തെ ദിവസം അവരുടെ തൗബ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കി. അങ്ങനെ പിന്നെ അവരെ സന്തോഷവാർത്ത അറിയിച്ചു. ഖിയാമത്ത് നാൾ വരെ അവരുടെ സത്യസന്ധത, അതിനുള്ള പ്രതിഫലം എന്നോണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. ഈ ആളുകളെ 3 ആളുകളുടെ മേൽ തൗബ സ്വീകരിച്ചത് അല സലാസത്തില്ലദീന ഖുല്ലിഫു. അള്ളാഹു പറഞ്ഞു ആ പറയുന്ന 3 ആളുകളുടെ തൗബയും സ്വീകരിച്ചു. ഹത്താ ഇദാ ലാഖത് അലൈഹിമുൽ അർളു ബിമാ റഹബത്. ഭൂമി വിശാലമായതിനോടുകൂടെ അവർക്ക് ഭൂമി ആ പാടങ്ങിട്ട് ഇടുങ്ങി പ്രയാസപ്പെട്ടതായി. പിന്നീട് ഭാര്യമാർ പോലും അവരോട് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഒറ്റപ്പെട്ടു, അവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒറ്റപ്പെട്ടു. അപ്പോൾ ചുരുക്കി ഈ പറഞ്ഞ സഹാബിയോട് ഹജർ പ്രഖ്യാപിച്ചു പ്രവാചകൻ.
അവരോട് മുണ്ടരുതേ, സലാം പറയരുതേ, അവരോട് ബന്ധം നിലനിർത്തരുതേ എന്ന് പറയും. അത് ദീനിന്റെ പേരില്ല. അത് 3 ദിവസം 50 ദിവസമാണ് പ്രഖ്യാപിച്ചത്. അങ്ങനെ ദീനിന്റെ പേരിൽ ഹജ്ർ നമുക്ക് അനുവാദമുണ്ട്. പക്ഷേ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാര് ആ വിഷയത്തിൽ പറയുന്നത്, ഹജ്ർ പ്രഖ്യാപിക്കുമ്പോൾ അത് നടപ്പാക്കുമ്പോൾ അഹ്ലുസുന്നക്ക് ശക്തിയും ബിദ്അത്തിന്റെ ആളുകൾക്ക് ബലഹീനതയുമുള്ള ഒരു നാട്ടിൽ, ഒരു സ്ഥലത്ത് അത് പ്രഖ്യാപിക്കുമ്പോഴേ അതിന് അർഹിക്കുന്ന ആ ഫലം ലഭിക്കുകയുള്ളൂ. നേരെ മറിച്ച് ഇന്ന് നമ്മുടെ നാട്ടിലെ അഹ്ലുസുന്ന വളരെ ശോഷിച്ചവരാണ്, ബലഹീനരാണ്. അതോടുകൂടെ ബിദ്അത്തിന്റെ ആളുകളും മറ്റുള്ള ആളുകൾ ശക്തരുമാണ്. ഇവിടെ ഇപ്പം നമ്മളൊരാൾ, ഈ പറയുന്ന ചില ആളുകൾ അങ്ങനെ തൊട്ടോലോടൊക്കെ ഹജ്ർ പ്രഖ്യാപിച്ച് നടക്കുന്ന ചില ആളുകളുണ്ട്. ഞങ്ങൾ സലഫികളാണ്, ഞങ്ങളാണ് യഥാർത്ഥ സലഫികൾ എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അതേപോലെ ഹജ്ർ പ്രഖ്യാപിച്ചിട്ട് എൻ്റെ പണിയൊക്കെയാണ്, സലഫിനോട് പറഞ്ഞിട്ട് പണിയൊക്കെയാണ്. ഇവൻ ആവശ്യമില്ല ആളുകൾക്ക്. ഇന്ന് സലഫിയത്തിൻ്റെ ആളുകൾ അത് മനസ്സിലാക്കി ബലഹീനരാണ് ഇവിടെ. ഇങ്ങനത്തെ ഒരു സമൂഹത്തിൽ ഈ ഹജ്ർ അത് നടപ്പാക്കുക എന്നുള്ളത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം അത് നേടിയെടുക്കാൻ ഒരു പക്ഷേ സാധിക്കുകയില്ല. അത് സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന യഥാർത്ഥ ആദർശത്തിലുള്ള ആളുകൾക്ക് അത് പ്രയാസങ്ങൾ ഉണ്ടാക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഇത് നടപ്പാക്കുമ്പോൾ ഈ ഹജ്ർ എന്ന് പറയുന്നത് അത് ചെയ്യുമ്പോൾ അത് കരുതൽ വേണം. അതുകൊണ്ട് നേട്ടങ്ങളും ഗുണങ്ങളും. ഹജ്ർ പ്രഖ്യാപിക്കുന്നത് ദീനിന്റെ പേരിൽ ഹജ്ർ പ്രഖ്യാപിക്കുന്ന ലക്ഷ്യം എന്താ എന്ന് ചോദിച്ചാൽ, തെറ്റുകാരനായ ആള് ആരും അവരോട് സലാം പറയാനും മിണ്ടാനും സഹകരിക്കാനില്ലാതെ ഒറ്റപ്പെടുമ്പോൾ അവൻ്റെ തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ട് നല്ല വഴിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഹജ്ർ പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം അതാണ്. അവനോട് ഒറ്റപ്പെടും, അവനോട് ആരും ഉണ്ടാനില്ല, അവനോട് ആരും സഹകരിക്കാനില്ല, അവനാരും സഹായിക്കാനില്ല, അവനാരും ബന്ധങ്ങളില്ലാതെക്കുമ്പോൾ പിന്നീട് അവനാരും തെറ്റിൽ നിന്നിട്ട് പിന്മാറി നല്ല വഴിയിലേക്ക് വരിക എന്നുള്ള ലക്ഷ്യമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അല്ലാതെ ഒരു മനുഷ്യനെ കഷ്ടപ്പെടുത്തൽ ഒരിക്കലുമില്ല, ഒരാളെ പ്രയാസപ്പെടുത്തുകയില്ല. അവൻ ചെയ്യുന്ന തെറ്റിൻ്റെ ഗൗരവം അവനെ കാണിച്ചു കൊടുത്ത് ഉണർത്താൻ വേണ്ടിയിട്ട്. അപ്പം ആ പറയുന്ന ലക്ഷ്യം അതുകൊണ്ട് സാക്ഷാത്കരിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് അഥവാ അഹ്ലുസുന്ന അവർ ബലഹീനരാണ്, ആളുകൾ കുറവാണ്. ബിദ്അത്തിന്റെ ആളുകളും മറുവശത്തുള്ള ആളുകൾ ശക്തരാണ്. ഇവൻ അവരോട് മുണ്ടിയില്ല, സലാം പറഞ്ഞില്ല എന്ന് കരുതിയിട്ട് അവർക്ക് യാതൊരു മാറ്റങ്ങൾ അതുകൊണ്ട് ഉണ്ടാകൂല എന്നുണ്ടെങ്കിൽ ആ ഹജ്റിന് അതിൻ്റെതായ ഉദ്ദേശിച്ച ലക്ഷ്യം അത് നടക്കുകയില്ല. അതുകൊണ്ട് അത് നടപ്പാക്കാതെ മനസ്സിൽ വെറുപ്പുണ്ടായി കഴിവിൻ്റെ പരമാവധി അവരോട് തെറ്റിൻ്റെ കാര്യങ്ങൾ ഉണർത്താനും മറ്റുമൊക്കെ ബന്ധങ്ങൾ നിലനിർത്തി പോകുന്നതാണ് നല്ലത് എന്നാണ് പലപ്പോഴും പണ്ഡിതന്മാർ ഹജ്ർ എന്നുള്ള വിഷയത്തിൽ പറയൽ. അല്ലാഹു അലം. ഫൽ ഹജ്റു ഇദാ കാന മിൻ അജലി മഅസിയത്തിൻ, എന്തെങ്കിലും തെറ്റ് പാപത്തിന്റെ പേരിൽ ഈ പറയുന്ന ബന്ധം മുറിക്കുകയാണെങ്കിൽ ഫഇന്നഹു യജൂസു സിയാദത്തു ഫീഹി ബിഖദരിൽ ഹാജ, ആവശ്യത്തിനനുസരിച്ച് 10 ദിവസമാണെങ്കിൽ, അതേപോലെ 2 ആഴ്ചയാണെങ്കിൽ, അതിലേറെ കൂടുതൽ ദിവസമാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച്. ഹത്താ യതൂബൽ മആസി, തെറ്റ് ചെയ്യുന്നവൻ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് നല്ല വഴിക്ക് വരിക എന്നാണ് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. അത് നടക്കൂല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ശരിയായ മൻഹജിലുള്ള ഇവർക്കതുകൊണ്ട് ബുദ്ധിമുട്ട് കൂടാനേ സാധ്യതയുള്ളൂ എന്നുണ്ടെങ്കിൽ ഹജ്ർ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. വലാ യതഹദ്ദദു ഹാദാ ബിഥലാഥതി അയ്യാം, അതിന് 3 ദിവസം എന്നുള്ള ഈ കണക്കോട് ഇല്ലാടും. ദീനിന്റെ പേരിലാണെങ്കിൽ അത് ആവശ്യത്തിനനുസരിച്ച് അതിൽ കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന ഹദീസുകൾ ഈ പറയുന്ന ആദാബുകളോട് ബന്ധപ്പെട്ടത് തന്നെയാണ്. وعن جابر رضي الله عنه قال رسول الله صلى الله عليه وسلم كل معروف صدقة أخرجه البخاري. كل معروف صدقة, നല്ലതായ ശറഇൽ ദീനുൽ ഇസ്ലാമിൽ അതേപോലെ തന്നെ മുസ്ലിം പൊതുമണ്ഡലത്തിൽ നല്ലതായിട്ട് എണ്ണപ്പെടുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഒരു സദഖന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് മാത്രമേ സദഖ, ദാനധർമ്മം, കൂലി എന്ന് വിചാരിക്കരുത്. നല്ലതായിട്ട് ദീനുൽ ഇസ്ലാമിൽ നല്ലതാണ് എന്ന് പറയുന്ന ഏത് കാര്യങ്ങളും, അതേപോലെ തന്നെ മുസ്ലിം സമൂഹത്തിൽ കുഫാറുകളും ഫുജാറുകളും നിറഞ്ഞു നിൽക്കുന്ന സമൂഹത്തിൽ നല്ലത് എന്ന് പറഞ്ഞതല്ല, മുസ്ലിം സമൂഹങ്ങളുള്ള ആ ഒരു കൾച്ചറിൽ ആ മണ്ഡലത്തിൽ നല്ലത് എന്ന് പറയുന്ന ഏത് കാര്യങ്ങളും അതൊക്കെ ഒരു സദഖയാണ്. ഒരു സംസാരമാണെങ്കിൽ, അതേപോലെ തന്നെ ഒരു സലാം പറച്ചിലാണെങ്കിൽ, ഒന്ന് ചിരിക്കൽ പുഞ്ചിരിക്കലാണെങ്കിൽ, ഒരു നല്ല ഉപദേശമാണെങ്കിൽ, നല്ലതായിട്ടുള്ള ഏത് കാര്യങ്ങളും അതിന് സദഖന്റെ പ്രതിഫലം ഉണ്ടാകും. അതിൻ്റെയും പുറമെ ഓരോന്നും അതിൻ്റെതായ പരിഗണിക്കേണ്ടത് അതുകൊണ്ടുള്ള അത്യാവശ്യത്തിനനുസരിച്ച് സദഖയുടെ പ്രതിഫലം കൂടും ചെയ്യും.
ഉദാഹരണം പറയുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ആളുകളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് സദക്ക എന്നുള്ള പേരിൽ സമ്പത്തന്നായിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്ന് ആ പറയുന്ന സമ്പത്തിനേറെ അത്യാവശ്യമുള്ള കാര്യമാണ് ശർഈയായ ഇൽമ് പഠിപ്പിക്കുക എന്നുള്ളത്. ആളുകൾക്ക് ദീനിനെ കുറിച്ച് കൃത്യമായിട്ട് വിവരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയും ഏറ്റവും അത്യാവശ്യമായത്. 100-100 രൂപ ഒരാൾ അല്ലെങ്കിൽ 500-1000 ഒരാളെ കയ്യിൽ വെച്ചു കൊടുത്താൽ കടയിൽ പോയി ചെറിയൊരു ഷോപ്പിംഗ് നടത്തി ആ കാശ് കഴിഞ്ഞു, അതുകൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു. നേരെ മറിച്ച് ഒരാൾക്ക് ശിർക്കിലും ബിദ്അത്തിലും ഖുറാഫാത്തിലും വഴികേടിലും പോകുന്ന ഒരു മനുഷ്യന് ശരിയായ തൗഹീദും മൻഹജും പറഞ്ഞു കൊടുക്കും. ആ മനുഷ്യൻ അൽഹംദുലില്ലാ അത് കേട്ടു മനസ്സിലാക്കിയെന്നുണ്ടെങ്കിൽ ഈ ലോകത്തും പരലോകത്തും വിജയമാണ്, ഈ ലോകത്തും പരലോകത്തും. അതല്ലെങ്കിൽ ഒരാൾ ജീവിതത്തിൻ്റെ കാര്യത്തിൽ അവനൊരു വ്യക്തതയില്ലാതെ കാശ് ഒരുപാട് കയ്യിൽ വരുന്നുണ്ട്, ഒരുപാട് അങ്ങോട്ടും പോകുന്നുണ്ട്, കുറേ ചിലവാക്കുന്നുണ്ട്, കുറേ അവിടെ ഒരു വ്യക്തതയല്ല, ജീവിതത്തിൽ ഒരു നിലപാടില്ലാത്ത ഒരാളാണെങ്കിൽ അവന് ശരിയായൊരു നസീഹത്ത് കൊടുക്കും, അവനൊരു ദിശ കൃത്യമായ ഒരു വഴി അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ജീവിതത്തിൽ അവന് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി അവന് പറഞ്ഞു കൊടുക്കുക. അവന് 10,000-5,000 കൊടുക്കുന്നതിലേറെ ഏറ്റവും വലിയ ഒരു സഹായമായിരിക്കും ആ നസീഹത്ത്, ആ ഉപദേശം എന്ന് പറയുന്നത്. അപ്പം അതിനനുസരിച്ച് മുൻഗണനാക്രമത്തിൽ നാം ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലത്തിൽ ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാകും ചെയ്യും. അഥവാ എന്നല്ലാതെ സമ്പത്ത് കൊടുക്കൽ മാത്രമാണ് സദഖ എന്ന് വിചാരിക്കരുതേ. നല്ലതായിട്ടുള്ള ഏത് കാര്യങ്ങളും എത്രത്തോളം എന്ന് വെച്ചാൽ നിന്റെ സഹോദരനെ കാണുന്ന സമയത്ത് നീ ഒന്ന് പുഞ്ചിരിക്കൽ, അത് സദഖയാണ്, അതിൻ്റെ പ്രതിഫലം അതിന് ലഭിക്കും. അതേപോലെ തന്നെ ഒരു നല്ല വാക്ക് നിന്റെ സഹോദരനോട് പറയൽ, അത് സദഖയുടെ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഏത് നല്ല കാര്യങ്ങൾ? വൽ മഅറൂഫു ളിദ്ദൽ മുൻകർ, തെറ്റായ അതിൻ്റെ നേരെ വിപരീതമായതാണ് മഅറൂഫ് എന്ന നല്ല കാര്യങ്ങൾ. അത് സമ്പത്ത് കൊണ്ടുണ്ടാകും, അതേപോലെ തന്നെ സ്ഥാനമാനങ്ങൾ കൊണ്ടുണ്ടാകും. ഒരാൾ ജോലിയും തൊഴിലില്ലാതെ നടക്കുന്ന ഒരാളാണ്, ഒരു യുവാവാണ്, അവന് ജോലിയില്ല, ഒരു തൊഴിലില്ല, അവൻ കുറേയൊക്കെ അന്വേഷിച്ച് കിട്ടിയില്ല. അപ്പം നല്ലൊരു കമ്പനിയിൽ ഒരു മാനേജർക്ക് ചെന്ന് പറയുകയാണ്, നല്ലൊരു യുവാവുണ്ട്, അവന് വിദ്യാഭ്യാസമുള്ള ആളാണ്, വിശ്വസിക്കാൻ കൊള്ളുന്ന ആളാണ്, നിങ്ങൾ അവനൊരു ജോബോടെ കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്തു. അവിടെ ഇപ്പോൾ കാശൊന്നല്ല നേരെ കൊടുത്തിട്ടുള്ളത്. ആ പറയുന്ന റെക്കമെൻഡ് ചെയ്യുന്ന നല്ല കാര്യം അതൊരു സദഖന്റെ പ്രതിഫലമുള്ളതാണ്. ആ റെക്കമെൻഡ് ചെയ്തതിൻ്റെ ശേഷം ഇവന് അവിടെ എത്ര കാലം അത് നേടി അവിടെ മുന്നോട്ട് പോകും, അതിനനുസരിച്ച് ആ സദഖയുടെ കൂലി അതിൽ കൂടിക്കൊണ്ടേയിരിക്കും, നിലനിന്നുകൊണ്ടേയിരിക്കും. ഇതേപോലെ ജാഹിബന്റെ സ്ഥാനം ഇവന് അവിടെ റെക്കമെൻഡ് ചെയ്യാനുള്ള സ്വാധീനം ചെയ്യാനുള്ളൊരു കഴിവുള്ള ആളാണ്, പ്രാപ്തിയുള്ള ആളാണ്, അത് ഉപയോഗപ്പെടുത്തും. അതേപോലെ തന്നെ നല്ല സംസാരങ്ങൾ, ജസാക്കല്ലാഹു ഖൈറൻ, ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു അതിന് പകരമായിക്കൊണ്ട് ജസാക്കല്ലാഹു ഖൈർ, അതല്ലെങ്കിൽ ബാറക്കല്ലാഹു ഫീക്, അള്ളാഹു യഹ്ഫളുക്. അറബികളായ ആളുകളൊക്കെ പലപ്പോഴും പറയുന്ന ചില ആളുകളോട് നമ്മളെ നാട്ടിൽ അറബികൾ ഈ നല്ല കാണിക്കുന്ന ആദാബുകൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് പരിഹസിക്കും. അതല്ല, മുസ്ലിമീങ്ങൾ അതൊക്കെ ശീലിച്ച് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ്. അത് അവരിൽ നിന്നിട്ട് കൂടുതൽ നമുക്കത് കണ്ട് അനുഭവത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളും ആളുകൾ സ്വാഭാവികമായിട്ടും അത് അറിയാത്തതിൻ്റെ പേരിലോ ഇനി അറിഞ്ഞു എന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ പറയുമ്പോൾ അതിനൊക്കെ ഒരു ലജ്ജ, അതൊക്കെ ഒരു മോശപ്പെട്ട ഒരു കുറവോ ഒരു പോരായോ തോന്നുന്ന വിഷയങ്ങൾ. അങ്ങനെ ഒരിക്കലും അല്ല. സഹോദരന്മാർ തമ്മിൽ കാണുന്ന സമയത്ത് വെറും ഒരു സലാം പറച്ചിൽ മാത്രമല്ല, എന്തൊക്കെ വിശേഷങ്ങൾ, സുഖല്ലേ, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്, അല്ലാഹു യഹ്ഫളുക്, അക്രമക്കുമുല്ലാ, ഈ പറയുന്ന കാര്യങ്ങൾ ഇങ്ങോട്ടെന്തെങ്കിലും ചെയ്തതിന് പകരമായിട്ട് വെറും ഒരു ജസാക്കല്ലാഹു ഖൈർ മാത്രമല്ല. അള്ളാഹുവിൻ്റെ കാവലുണ്ടായിരിക്കട്ടെ, അള്ളാഹു തന്നെ നിങ്ങൾ സംരക്ഷിക്കട്ടെ, അള്ളാഹു നല്ല കാര്യത്തിന് തൗഫീഖ് നൽകട്ടെ. വഫഖക്കല്ലാഹു ലികുല്ലി ഖൈർ, സദ്ദദക്കല്ലാഹ്, അസ്ലഹക്കല്ലാഹ്. നല്ല നല്ല വാക്കുകൾ പഠിച്ചിട്ട് അത് അറബിയിൽ തന്നെ പഠിച്ചിട്ട് അറബിയിൽ തന്നെ പറയാൻ ശ്രമിക്കുക. അത് അറബികൾ അനുകരിക്കലല്ല. പ്രവാചകൻ പറഞ്ഞു വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ, നല്ല ഒരു വാക്ക് അത് സദഖയാണ്. മറ്റൊരാളെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന, അവർക്കൊരു മാനസികമായ വിശാലത ഉണ്ടാക്കുന്ന വാക്കുകൾ. ഏതുപോലെ മറ്റൊരാളെ പ്രയാസപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു ചെറിയ വാക്കാണെങ്കിൽ അതൊരു തെറ്റാണ്, അത് പാടില്ലാത്തതാണ്. മറ്റൊരാളെ മനസ്സിൽ സന്തോഷം, ഒരു സമാധാനം, ഒരു സംതൃപ്തി, ഒരു ഉന്മേഷം, ഒരു ആവേശം ഉണ്ടാക്കുന്ന വാക്കുകൾ അതേപോലെ തന്നെ അത് സദഖയുടെ പ്രതിഫലം ലഭിക്കുന്നതാണ്. കുല്ലു ഷൈഇൻ ഫീഹി ഇഹ്സാനുൻ ഇലൽ മുസ്ലിം, ഒരു മുസ്ലിമിലേക്ക് നന്മ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, മുസ്ലിം എന്ന് മാത്രമല്ല മറ്റുള്ളവരിലേക്കും ഏത് ജീവികളിലേക്കാണെങ്കിലൊക്കെ ചെയ്യുന്ന ഏത് കാര്യങ്ങളും അതൊക്കെ നല്ല കാര്യമാണ്. അത് വാക്കുകൊണ്ടുണ്ടാവാം, അതേപോലെ പ്രവൃത്തിയിൽ കൂടെ ഉണ്ടാകാം. അത്യാവശ്യക്കാരായ ആളുകളെ ഹെൽപ്പ് ചെയ്യുക, സഹായിക്കുക,
അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് ചെയ്യാൻ കഴിയുന്ന ആവശ്യക്കാരാണെങ്കിൽ അത് ചെയ്യാൻ നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നും അതിലൊക്കെ ഒരു സദഖയുടെ പ്രതിഫലം അതിൽ ലഭിക്കും. സദഖയുടെ പ്രതിഫലം ലഭിക്കും. ആ പറയുന്ന സദഖയിൽ ഈ മഅറൂഫിന്റെ കൂട്ടത്തിൽ ഇന്ന് ഏറ്റവും മികച്ചു നിൽക്കുന്നതും മേലെ നിൽക്കുന്നതുമാണ് ശർഈയായ ഇൽമ്, ഖുർആനും സുന്നത്തും ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ അത്യാവശ്യമുള്ളതാണ്. മുസ്ലിം ഉമ്മത്ത് എന്ന് മാത്രമല്ല, മനുഷ്യരായ ആളുകൾക്ക് ഇന്ന് ലോകത്ത് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം അള്ളാഹുവിനെ കുറിച്ചും അവൻ്റെ ദീനിനെ കുറിച്ചും അവൻ്റെ റസൂലിനെ കുറിച്ചും പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. നിന്റെ റബ്ബ് ആരാണ്, നിന്റെ നബി ആരാണ്, നിന്റെ ദീൻ ഏതാണ്, ഈ കാര്യങ്ങളെ പരിചയപ്പെടുത്തി കൊടുത്ത് ആളുകൾക്ക് അതിലേക്ക് വഴികാട്ടി കൊടുക്കുക എന്നുള്ളത്. അതിന് ഏതൊക്കെ മാർഗത്തിൽ കൂടെ എവിടെ വെച്ചൊക്കെ നമുക്ക് എങ്ങനെ കഴിയുമോ ആ മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അത് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ മഅറൂഫാണ്, അത്യാവശ്യമുള്ള കാര്യമാണ്. ഏറ്റവും വലിയ മഹത്തായ സ്വദഖയുടെ പ്രതിഫലം അതിന് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഫത്തവസ്സുതു ഫി ഹവായിജിൻ നാസി, ആളുകളുടെ വിഷയങ്ങളിലൊക്കെ അതിലെ ഇടയിൽ നിന്നിട്ട് ചർച്ച ചെയ്ത് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അത് പോവുക. അവരുടെ ദീനിലും ദുനിയാവിലും അവർക്കുള്ള ആവശ്യങ്ങളിലൊക്കെ അത് മഅറൂഫിൽപ്പെട്ടതാണ്. വമിൻ ആളമിൽ മഅറൂഫ് അൽ കലാമു ത്വയ്യിബു ഹാദാ മിനൽ മഅറൂഫ്, നല്ല ഒരു സംസാരം ആ പറയുന്നത് മഅറൂഫ്, അത് സദഖയിൽപ്പെട്ടതാണ്. നല്ല നിലക്കുള്ള സംസാരങ്ങളും കാര്യങ്ങളും. സലാം പറഞ്ഞു, അതിൻ്റെ ശേഷം ഈ പറയുന്ന വിവരങ്ങൾ കൈഫ ഹാലുക അഖ്ബാറുക, അല്ലാഹു യഹ്ഫദുക, ബാറക്കല്ലാഹു ഫീക, അസ്ലഹകല്ലാ, സദ്ദദകല്ലാ, വഫഖകല്ലാ പോലത്തെ നല്ല നല്ല ദുആകൾ അതൊക്കെ സദഖയിൽപ്പെട്ടതാണ്. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതേപോലെ ത്വലാഖത്തുൽ വജ്ഹി വതബസ്സുമുക ഫീ വജ്ഹി അഖീക, നിന്റെ മുഖത്ത് ഒരു പ്രസന്നത, ഒരു തെളി, സഹോദരനെ കാണുന്ന സമയത്ത് ഒരു പുഞ്ചിരി, അതൊക്കെ സദഖയിൽപ്പെട്ടത്. അത് നല്ല കാര്യങ്ങൾ പെട്ട. ചില ആളുകളെ മുന്നിൽ കണ്ടാൽ മുഖം ചുളിക്കുക, ഒരു വെറുപ്പ് പ്രകടിപ്പിക്കുക, അതല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ ആ ഒരു നോട്ടം നോക്കി അത് നമ്മുടെ മനസ്സിനെ പ്രയാസപ്പെടുത്തും. കണ്ട സമയത്തൊരു കറുപ്പൊരു മുഖേറ്റും എന്നോട് ഒരു കറുത്ത മുഖം കാണിച്ചു, അതല്ലെങ്കിൽ മുഖം ചുളിച്ചു, അതല്ലെങ്കിൽ ഒരു കണ്ണുകൊണ്ടും മറ്റൊക്കെ ഒരു ഇൻസൾട്ടാക്കിയിട്ട് പെരുമാറി, അതൊക്കെ പ്രയാസം ഉണ്ടാക്കുന്നത്. അതിന് വിരുദ്ധമായി പുഞ്ചിരിച്ചു, അതേപോലെ തന്നെ മുഖത്തൊരു പ്രകാശം കാണിച്ചു, ഒരു തെളി കാണിച്ചു, ഒരു താഴ്മ കാണിച്ചു, ഒരു വിനയം കാണിച്ചു. നാം നിസ്സാരമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ അതൊരു പക്ഷേ നമ്മുടെ സൽക്കർമ്മത്തിൻ്റെ ഏടുകളിൽ വലിയ പ്രതിഫലമുള്ളതായിട്ട് നമുക്ക് ലഭിക്കും. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅൻ, പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, നല്ല കാര്യങ്ങളൊന്നും നിസ്സാരമായിട്ട് ഒരിക്കലും കാണരുത്. നിസ്സാരമായിട്ട് നല്ല കാര്യങ്ങൾ. വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ ത്വൽഖിൻ, പ്രസന്നതയുള്ള പുഞ്ചിരിക്കുന്ന ഒരു മുഖത്തോടെ നിന്റെ സഹോദരനെ അഭിമുഖീകരിക്കലാണെങ്കിലും അത് നിസ്സാരമായ കാര്യങ്ങളല്ല, അതൊക്കെ പ്രതിഫലാർഹമായ കാര്യങ്ങളാണ്. ദീനുൽ ഇസ്ലാമിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. വലൗ കാന ശൈഅൻ യസീറൻ, എത്ര നിസ്സാരമാണ് എന്ന് നമുക്ക് തോന്നിയാലും വലാകിൻ യതറത്തബു അലൈഹി ഖൈറുൻ കസീർ, ഒരുപാട് നന്മ അതിൻ്റെ പിന്നിൽ തുടർന്നു വരും. ഒരു കപ്പിൽ അല്പം ചായ എടുത്ത് കൊടുക്കുകയാണ്, കുടിച്ചു കഴിഞ്ഞാൽ ആ കപ്പ് അത് ഞാൻ കഴുകി വെച്ചോളാം എന്ന് പറയാം. നമുക്ക് നിസ്സാരമായിട്ട് തോന്നുന്ന ഈ കാര്യങ്ങളൊക്കെ മുസ്ലിമീങ്ങളുടെ ഇടയിലുള്ള നല്ല ബന്ധങ്ങളും ആ സ്നേഹങ്ങളും സൗഹാർദ്ദങ്ങളും അതൊക്കെ ഊട്ടിയുറപ്പിക്കാനും അതൊക്കെ നിലനിർത്താനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ അർഹിക്കുന്ന പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യും. ശേഷം പറയുന്ന ഹദീസിൽ അങ്ങനെയാണ് പറയുന്നത്, വഅൻ അബീ ദർറിൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈആ, നല്ല കാര്യങ്ങളൊന്നും നിസാരമായിട്ട് കാണേ ചെയ്യരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വൽഖിൻ, പ്രസന്നതയുള്ള തെളിയുള്ള മുഖത്തോടുകൂടെ നിന്റെ സഹോദരനെ കണ്ടുമുട്ടലാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ പ്രതിഫലാർഹമാണ് എന്ന് പ്രവാചകൻ പറയുമ്പോൾ മുഅ്മിനായ തൻ്റെ സഹോദരന് സഹോദരിക്ക് പ്രയാസമുണ്ടാക്കുന്നതൊന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കണം. സാരമാണ്, അത് വിഷയമല്ലല്ലോ. ഒരിക്കലും വിചാരിക്കരുത് മറ്റുള്ളവർക്ക് പ്രയാസമില്ലാതെ നിലക്ക് കാര്യങ്ങൾ കൈകാര്യം. പ്രത്യേകിച്ച്
നോമ്പുകാരാണ്, എഴുത്തിക്കാഫുകാരാണ്, നിസ്കാരത്തിനും ഇബാദത്തിനും വേണ്ടിയിട്ട് ഹിർസ് കാണിച്ച് ഇൽമ് പഠിക്കാൻ വേണ്ടി, തേടാൻ വേണ്ടി, ഇബാദത്തിന് വേണ്ടിയിട്ട് നമ്മൾ വരുന്ന ഈ പറയുന്ന ആൾക്കൂട്ടത്തിലൊക്കെ ജീവിക്കുമ്പോൾ എൻ്റെ വാക്ക് കൊണ്ടോ എൻ്റെ നോക്ക് കൊണ്ടോ മറ്റുള്ളവർക്കൊരു പ്രയാസം ഉണ്ടാകുന്നില്ല, ഒരു ഡിസ്റ്റർബ് ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ തയ്യാറാവും. ഒരു ഭാഗത്തിൽ കൂടെ നമ്മൾ സൽക്കർമ്മങ്ങൾ നേടി പ്രതിഫലങ്ങൾ നേടിയിട്ട് ഉന്നതമായ പദവികൾ പ്രതീക്ഷിച്ചുകൊണ്ട് വന്നതായിരിക്കും. പക്ഷേ എന്തെങ്കിലുമൊക്കെ അറിയാതെ അശ്രദ്ധമായോ വിഡ്ഢിത്തരം കൊണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് അത് പിന്നീട് നമുക്കൊരുപാട് നഷ്ടങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുള്ളതാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദീനിൻ്റെ ഇബാദത്തിൻ്റെ ഈ സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ പിശാച് അവനാൽ കഴിയുന്ന നിലക്ക് അവന് ഈ പറയുന്ന സൽക്കർമ്മങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്താനും നമ്മുടെ വന്ന നല്ല ലക്ഷ്യം അത് നമുക്ക് ഇല്ലാതെയാക്കി നഷ്ടങ്ങൾ നേടി പോകുന്ന ആ അവസ്ഥകൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. അത് വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ കാണണം. ഏത് ഭാഗത്താണെങ്കിലും എൻ്റെ ഭാഗത്തിൽ നിന്ന് പ്രയാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ തയ്യാറാവണം. വളരെ കരുതൽ വേണം, ശ്രദ്ധ വേണം, സൂക്ഷ്മത വേണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വലോ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ ത്വൽഖിൻ, പ്രസന്നതയുള്ള സന്തോഷകരമായ മുഖത്തോടുകൂടെ നിന്റെ സഹോദരനെ കാണും. അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവനും ഒരു സന്തോഷം ഉണ്ടാകും. വല്ല പ്രയാസത്തിലോ വല്ല വിഷമത്തിലൊക്കെ ആണെങ്കിൽ അത് നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കാൻ, അതിൽ എന്തെങ്കിലുമൊക്കെ നസീഹത്ത് ചോദിക്കാൻ, നേരെ മറിച്ച് വീർപ്പിച്ച മുഖമായിട്ട് ദേഷ്യമുള്ള അതല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ കിബറിൻ്റെ ആ മുഖമായിട്ടാണ് ഞാൻ പറയണമെന്ന് കരുതിയിരുന്നു, ഞാൻ മുപ്പരോടും ചോദിക്കാമെന്ന് കരുതിയിരുന്നു, പക്ഷേ കണ്ണുമൂറും കണ്ടപ്പോൾ പറഞ്ഞില്ല, അല്ലേ? അങ്ങനെ പറയില്ല ചില വിഷയങ്ങൾ. കണ്ണുമൂറും കണ്ടപ്പോൾ പിന്നെ ഞാൻ പറയാതെ പോന്നു, അല്ലെങ്കിൽ ഞാൻ മുപ്പരോട് ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, ഒരു നസീഹത്ത് ചോദിക്കണമെന്ന് കരുതിയിരുന്നു എന്ന് പറയും. അപ്പം അങ്ങനെയല്ല, ഒരു സന്തോഷത്തിൻ്റെ, ഒരു സംതൃപ്തിയുടെ, നമുക്കൊരു സമാധാനം തരുന്ന മുഖമായി സഹോദരൻ്റെ മുന്നിൽ കാണുന്ന സമയത്ത് നമുക്ക് ചോദിച്ചു നോക്കുക, ഒന്ന് പറഞ്ഞു നോക്കുക, മുപ്പരെന്ന് അറിയിച്ചു നോക്കുക എന്നുണ്ടാകും. അപ്പം ആ ഒരു മാനസികാവസ്ഥ മറ്റൊരു മുഅ്മിനിന്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്താണോ അതനുസരിച്ച് ഉള്ള മുഖവുമായിട്ട് അഭിമുഖീകരിക്കുക. ഫതബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖത്തുൻ, അത് ഒരു സദഖയുടെ പ്രതിഫലമായിട്ട് നിനക്ക് ലഭിക്കും. പിന്നെ അതേപോലെ അയൽവാസികളുടെ കാര്യം നമ്മൾ കഴിഞ്ഞ ഹദീസിൽ കൂടെ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട, നമ്മളൊക്കെ നിസ്സാരമായിട്ട് തോന്നുന്ന, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ അപ്പം അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ഒരു പക്ഷേ നമ്മൾക്കൊക്കെ മനസ്സിലേക്ക് സംശയം ചോദ്യങ്ങളായിട്ട് വരുന്നൊരു കാര്യം. അബൂ ദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രവാചകൻ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ തബഖ്ത മറഖതൻ ഫഅക്സിർ മാഅഹാ വതആഹദ് ജീറാനക, നിങ്ങളൊരു കറി വെക്കുകയാണെങ്കിൽ, പ്രവാചകൻ പറയാണ്, നിങ്ങളൊരു കറി വെക്കുകയാണെങ്കിൽ ഫഅക്സിർ മാഅഹാ, അതിൻ്റെ വെള്ളം, അതിലേക്കുള്ള വെള്ളം നിങ്ങൾ കുറച്ച് കൂട്ടുക. എന്നിട്ട് വതആഹദ് ജീറാനക, നിങ്ങളുടെ അയൽവാസിയുടെ കാര്യം കൂടി ശ്രദ്ധിക്കണം, അതിൽ നിന്ന് അല്പം അവർക്ക് കൊടുക്കാൻ വേണ്ടി. കഷ്ണങ്ങളൊരു പക്ഷേ കൂടുതലില്ല, കറി ഇവിടെ വെക്കുന്നുണ്ട്, അടുത്ത വീട്ടിൽ നല്ല ബീഫ് വെക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് ആ അടുത്തയും അപ്പുറത്തുള്ള വീട്ടിൽ അതിൻ്റെ സ്മെല്ലുകൾ ഇങ്ങനെ ചെല്ലും. ഒരു പക്ഷേ അവിടെ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാകും, പൂതിയുണ്ട്. ഇപ്പോൾ വലിയ ആളുകളാണെങ്കിൽ അവർ ക്ഷമിക്കും, ചെറിയ കുട്ടികളുണ്ടാകും, അവർക്ക് ഇതിൻ്റെ സ്മെല്ല് ചെല്ലും. എന്നാലൊരു പക്ഷേ ആ വീട്ടുകാരൻ ഈ പറയുന്ന സാധനം അവരുടെ വീട്ടിലേക്ക് ഇപ്പോൾ വാങ്ങിക്കൊണ്ടേറ്റുണ്ടാവില്ല, ഒരു പക്ഷേ അവന് കഴിവുണ്ടാകില്ല, പലതും ഉണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ഉമ്മത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു എന്നുള്ളതിന് തെളിവാണ് ഈ പറയുന്നത് പോലത്തെ അധ്യാപനങ്ങൾ. എത്രത്തോളം ഈ ബന്ധങ്ങളെ അതിനെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ എത്രത്തോളം പരിഗണിച്ചു എന്നുള്ളത്. അപ്പം നിങ്ങളതിൽ നിന്നൊരു വിഹിതം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറവാകും. അപ്പോൾ നിങ്ങളതിൽ കറി കുറച്ച് കൂട്ടിയിട്ട് ഒന്ന് വെള്ളം നീട്ടിയിട്ട് കഷ്ണമല്ലെങ്കിലും അതിൻ്റെ കറിയെങ്കിലും കൊടുത്തോണം. ഇന്നൊരു പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊക്കെ അത് പുതുമ തോന്നും, നമുക്ക് അത്ഭുതം തോന്നും. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരാവശ്യം തന്നെ ആയിരുന്നു, ഇതൊക്കെ ഒരു അത്യാവശ്യം തന്നെ ആയിരുന്നു. നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരല്പം വെള്ളമോ അതല്ലെങ്കിൽ ഒരു റൊട്ടിയോ അതല്ലെങ്കിൽ ഒരു ബ്രെഡിൻ്റെ കഷ്ണോ അതിന് വേണ്ടിക്കാണ്ട് പഞ്ചം പിടിക്കുന്ന മനുഷ്യർ, വിശന്ന് വലഞ്ഞ ആളുകൾ ഇന്ന് ഈ കാലത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, അല്ലേ? ഈ ഭൂമിയിൽ ഇന്നുണ്ട്. നമുക്കൊക്കെ ഒരു പക്ഷേ ഇന്ന് സുഭിക്ഷതയുണ്ടാകും, നിയമത്തുകളുണ്ടാകും, അനുഗ്രഹങ്ങളുണ്ടാകും.
ഒരൽപ്പം ഒരു പിടി കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് വിശന്ന് വലഞ്ഞ് പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് കണ്ണീരൊലിപ്പിച്ച് ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരെ സംബന്ധിച്ചൊക്കെ ഈ ഹദീസ് വളരെ വിലമതിക്കാത്തതാണ്, വളരെ ഉത്തമമായ ഒരു അധ്യാപനമാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ചോദിച്ചു നോക്കിയാൽ പ്രായം ചെന്ന ആളുകളോട് റമദാൻ മാസം നോമ്പനുഷ്ഠിച്ചിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലെ രുചികരമായ മന്തിയും മധുകൂത്തും ബിരിയാണിയും പൊറാട്ടയും കറിയും ഇങ്ങനെ സുഭിക്ഷമായി കൊണ്ടുവന്ന് വിളമ്പി മുന്നിലേക്ക് വെച്ചു കൊടുക്കുന്ന സാഹചര്യം അല്ലായിരുന്നു. അന്ന് ഒരു വലിയ കലത്തിൽ കുറച്ച് എന്തെങ്കിലും കഞ്ഞിയോ പോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കി കുറച്ച് മറ്റുള്ള എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയുടെ കൂട്ടാനും കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനു വേണ്ടി ആളുകൾ വന്ന് ക്യൂ നിന്നിരുന്ന അനുഭവങ്ങളൊക്കെ പ്രായം ചെന്ന ആളുകൾക്ക് കൂടെ പറയാണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന സമ്പത്തുകൾ പ്രത്യേകിച്ച് ഈ അറേബ്യൻ നാടുകളിലെ ആ സുഭിക്ഷത അവിടെ നൽകുകയും അള്ളാഹുവിൻ്റെ ഭൂമിയിൽ തൊഴിലാളികളുടെ കയ്യാലെയും മറ്റുള്ള ജോലിക്കാരുടെ കയ്യാലെ ലോകത്ത് അള്ളാഹു അത് വിതരണം ചെയ്തത് കൊണ്ടാണ് ഇന്ന് ലോകത്ത് ഈ പറയുന്ന സുഭിക്ഷതയും ഈ നിഅമത്തുകളുമുള്ളത്. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ആ നൽകിയ നിഅമത്തുകളെ അവന് അത് നിയന്ത്രിക്കാനും പിടിച്ചുവെക്കാനും ഇന്ന് ഈ സുഭിക്ഷതയിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ടു പോകുന്ന മനുഷ്യരെ അവർക്ക് എന്താണ് ജീവിതമെന്ന് കാട്ടിക്കൊടുക്കാനും അള്ളാഹു കഴിവുള്ളവനാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ച നിയമത്തിലൊരിക്കലും നമ്മൾ നന്ദികേട് കാണിക്കാൻ പോകാതെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിരുന്ന ഇതുപോലത്തെ അധ്യാപനങ്ങൾ ഒരിക്കലും നിസ്സാരവൽക്കരിക്കാനോ പരിഹസിക്കാനോ വില കുറച്ച് കാണിക്കാനോ പോകരുത്. അപ്പോൾ നിങ്ങളൊരു ഭക്ഷണം പാചകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ മറ്റുള്ള വീടുകളെയും പരിഗണിക്കണം. അയൽവാസി ബന്ധങ്ങളെ അതിന് മാത്രം നിങ്ങൾ പരിഗണിക്കണം എന്നാണ് ഈ ഹദീസിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നല്ല ഒരു കാര്യങ്ങളും അത് നിസ്സാരമായി കാണരുത്. ഒരു കാര്യം നിസ്സാരമായി നിങ്ങൾ കാണരുത്. ഒരു കറി നിങ്ങൾ പാചകം ചെയ്യുകയാണെങ്കിൽ അതിലുള്ള വെള്ളം കൂട്ടിയിട്ട് അയൽവാസികൾക്ക് അതിൽ നിന്ന് അല്പം കൊടുക്കുക. അത് നിസ്സാരല്ലേ? അതൊക്കെ വില കുറഞ്ഞതല്ലേ? ഇതൊക്കെ ഇപ്പം എങ്ങനെ എന്നാലും പറയാൻ നിൽക്കരുത്. ആ പറഞ്ഞ കറിക്ക് വേണ്ടിയും ക്യൂ നിൽക്കും, ഒരു പിടി ഭക്ഷണത്തിന് വേണ്ടിയും ക്യൂ നിൽക്കും, ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞു കാണ്ട് കണ്ണീരൊലിപ്പിക്കുകയും ചെയ്യും. മനുഷ്യന്മാരായ ആളുകൾ അങ്ങനെ ധാരാളം അത് ലഭിക്കുമ്പോൾ അള്ളാഹുവിനെ മറക്കും, അഹങ്കരിക്കും. അതൊരൽപ്പം കുറഞ്ഞാൽ അവൻ്റെ അഹങ്കാരം പോകും, അവൻ്റെ പ്രതാപം പോകും, അവൻ്റെ ലജ്ജയും പോകും. അവനൊരു പൊടി ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കാനും ആളുകളെ മുന്നിൽ ചെന്നിട്ട് പട്ടിണിയും പരിഭവം പറയാനും കണ്ണീരൊലിപ്പിക്കാനും തയ്യാറാകും ചെയ്യും. അപ്പോൾ പ്രവാചകൻ ഇത് പറഞ്ഞതുകൊണ്ട് സ്വാഭാവികമായിട്ടും അയൽവാസി അവനും അവൻ്റെ കുട്ടികളിൽ ഒരു സന്തോഷം അതിൽ ഉണ്ടാക്കും. അവർ തമ്മിലുള്ള ബന്ധങ്ങൾ, അവരോടുള്ള അവരോടുള്ള ആ ദയയും വാത്സല്യമുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകും. ഇവനെക്കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങൾ വരും. ആ പറയുന്ന ബന്ധങ്ങൾ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ ഈ ഹദീസിൽ കൂടെ ഇത് പറഞ്ഞത്. കൂടുതൽ കൊടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ, കറിയല്ല കഷ്ണം കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. രുചികരമായ വിഭവസമൃദ്ധമായ നല്ല ഭക്ഷണങ്ങൾ തയ്യാറാക്കിയിട്ട് അതിൽ നിർഭാഗം കൊടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. ഇനി അതിന് കഴിയൂല എന്നുണ്ടെങ്കിൽ കഴിയുന്നത് പോലെ കൊടുത്തിട്ട് മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ആ ബന്ധങ്ങൾ, അയൽവാസികളായിട്ടുള്ള കുടുംബങ്ങളായിട്ടുള്ള ആ ബന്ധങ്ങളെ നല്ല നിലക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ കാര്യങ്ങളിൽ, മുസ്ലിമീങ്ങളുടെ അടുത്ത് വല്ല വീഴ്ചകളോ വല്ല കുറവുകളോ മറ്റുള്ളവർ കാണാനും അറിയാനും പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ ഇടയിൽ അത് പറഞ്ഞ് അവരെ വഷളാക്കാതെ അത് മറച്ചു വെക്കുക. അത് മറച്ചു തെറ്റിന് കൂട്ടു നിൽക്കുക എന്നുള്ളതല്ല. മനുഷ്യ സഹജമായി ചിലപ്പോൾ ആളുകളടുത്ത് വല്ല തെറ്റുകളും വല്ല വീഴ്ചകളും സംഭവിക്കാം. മനുഷ്യരാണ് നമ്മൾ. വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ പോകുന്നതിൻ്റെ ഇടയിൽ അപ്രതീക്ഷിതമായിട്ട് പിശാചിൻ്റെ പ്രേരണ കാരണം ഏതെങ്കിലും ഒരു വീക്ക്നെസ് പോയിന്റിൻ്റെ പേരിൽ അവനെന്താകും, ഒരു തെറ്റ് അവളുടെ അടുത്ത് പറ്റും, അറിയാതെ ശ്രദ്ധിക്കാതെ പറ്റിയാൽ അത് കൂട്ടത്തിൽ പോയി പറഞ്ഞ് വഷളാക്കി അവരെ ഒന്നിനും കൊള്ളാത്ത ആളാക്കുന്നതിന് പകരം അത് മറച്ചു വെക്കും. എന്നിട്ട് അവർക്ക് നസീഹത്ത് കൊടുക്കേണ്ട വിഷയങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് സ്വകാര്യമായിട്ട് നസീഹത്ത് കൊടുക്കുക, പരസ്യമായിട്ടല്ല, ആളുകളുടെ കൂട്ടത്തിൽ വെച്ചല്ല. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, ആർക്കെങ്കിലും എന്നോട് നസീഹത്ത് നൽകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രഹസ്യമായിട്ട് നൽകണം. എന്നാൽ അത് സ്വീകരിക്കാൻ എൻ്റെ മനസ്സ് അതിന് പ്രാപ്തമാകുള്ളൂ. രഹസ്യമായിട്ട് നൽകണം. നേരെ മറിച്ച് പരസ്യമായിട്ട് എന്നോട് നസീഹത്ത് നൽകിയാൽ അത് സ്വീകരിക്കാൻ എൻ്റെ മനസ്സ് പാകപ്പെടൂല. ആ നസീഹത്ത് പിന്നെ ഞാൻ ഒഴിവാക്കത്തള്ളും. അതുകൊണ്ട് രഹസ്യമായിട്ട് നൽകണം. എപ്പോഴും നമ്മൾ മറ്റുള്ള ആളുകൾക്ക് തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ രഹസ്യമായിട്ട് അവരോട് പറയും.
പൊതുവായിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടി വരും, ആളുകളെ പേരെടുത്ത് പറയാതെ, ഇന്ന വ്യക്തി എന്ന് പറയാതെ, അത് വിഷയം വേറെയാണ്. വ്യക്തിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഭരണാധികാരികളോടുണ്ട്, സാധാരണക്കാരായ ആളുകളാണെങ്കിലും അവരത്തുള്ള വീഴ്ചകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ രഹസ്യമായിട്ട് സ്വകാര്യമായിട്ട് വിളിച്ചിട്ട് നല്ല നിലക്ക് പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുക. അതല്ലാതെ അവൻ്റെ അടുത്തുള്ള തെറ്റുകൾ, അവരുടെ അടുത്തുള്ള കുറവുകൾ അത് സമൂഹത്തിൻ്റെ മറ്റുള്ളവരുടെ മുന്നിൽ വന്ന് പറഞ്ഞ് വഷളാക്കി താത്തിക്കെട്ടി അവരെ ഒന്നുമല്ലാതെ ആക്കി തീർക്കാൻ പാടില്ല. അത് വളരെ വലിയൊരു തെറ്റാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ നഫസ അൻ മുസ്ലിമിൻ കുർബത്തൻ മിൻ കുറബിദ് ദുനിയ നഫസല്ലാഹു അൻഹു കുർബത്തൻ മിൻ കുറബി യൗമിൽ ഖിയാമ. ഒരു മുസ്ലിം ഒരു വിഷമത്തിൽ അകപ്പെട്ട് നിൽക്കുകയാണ്, സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടോ ജോലിപരമായിട്ടോ കുടുംബപരമായിട്ടോ വിഷമങ്ങളിൽ ചിലപ്പോൾ ആളുകൾ ചില ബുദ്ധിമുട്ടിൽ അകപ്പെടും. അങ്ങനത്തെ ഒരു വിഷമത്തിൽ അകപ്പെട്ട് നിൽക്കുന്ന ഒരു മുസ്ലിമിന് ഒരാശ്വാസം ഉണ്ടാക്കി കൊടുത്തു. അതിന് വേണ്ടുന്ന ഒരു പരിഹാരങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്ത് അവനതിൽ ആശ്വാസമുണ്ടാക്കി ഒരാൾ കൊടുത്തു. ദുന്യാവിൽ ചെയ്താൽ നഫസല്ലാഹു അൻഹു കുർബത്തൻ മിൻ കുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലുള്ള വലിയ ഒരു വിപത്തിൽ നിന്ന്, അവനെ അലട്ടുന്ന വിഷമപ്പെടുത്തിയ അവൻ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു വിപത്തിൽ നിന്ന് അള്ളാഹു അവന് ആശ്വാസം ഉണ്ടാക്കി കൊടുക്കുന്നു. ദുന്യാവത്തെ വിഷമങ്ങൾ പരലോകത്തേക്കുള്ള അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ നിസ്സാരമാണ്, ലളിതമായതാണ്, വളരെ ചെറുതായിരിക്കും ദുന്യാവിലുള്ളത്. ഏത് പരീക്ഷണങ്ങളും ഏത് പ്രയാസങ്ങളാണെങ്കിലും പരലോകത്തുള്ള ഓരോ കാര്യങ്ങളും അതിലേറെ ഗൗരവമുള്ളതും അതിലേറെ ഭയങ്കരമായ വിഷയങ്ങളാണ്. അപ്പോൾ ദുന്യാവിൽ ഒരു മുസ്ലിം അകപ്പെട്ട വിഷമത്തിൽ നിന്ന് അവനൊരാശ്വാസം, അവനൊരു പരിഹാരവും ഒരാൾ ഉണ്ടാക്കി കൊടുത്താൽ അതിന് പകരം പ്രതിഫലം എന്നോണം ഖിയാമത്ത് നാളിൽ ഈ വ്യക്തി അകപ്പെട്ടു നിൽക്കുന്ന വലിയ ഒരു പ്രയാസത്തിൽ നിന്ന് അള്ളാഹു ഇവന് ആശ്വാസം ഉണ്ടാക്കി കൊടുക്കും. വമൻ യസ്സറ അലാ മുഅ്സിരിൻ, അതേപോലെ പ്രയാസം അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്ക് കാര്യങ്ങളിൽ എളുപ്പമുണ്ടാക്കി കൊടുക്കുകയാണ്. എന്നാൽ യസ്സറല്ലാഹു അലൈഹി ഫിദ്ദുനിയാ വൽ ആഖിറ, ദുന്യാവിലും ആഖിറത്തിലും അള്ളാഹു അതിന് പകരമെന്നോണം ഇവന്റെ കാര്യങ്ങളിൽ ഒരു തൈസീർ ഉണ്ടാക്കി കൊടുക്കും, ഒരു എളുപ്പമുണ്ടാക്കി കൊടുക്കും. ഒരിക്കലും മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താൻ വേണ്ടി നാം ശ്രമിക്കരുത്. വഴിയിൽ കൂടെ സഞ്ചരിക്കുന്ന സ്ഥലത്തോ വാഹനമോട്ടുന്ന സമയത്തോ വീട്ടിലോ തൊഴിൽ സ്ഥലങ്ങളിലോ അതല്ലെങ്കിൽ ജോലിക്കാരുമായിട്ടോ മറ്റുള്ളവരുമായി അവർക്കൊരു പ്രയാസം ഉണ്ടാക്കുക. ചില ആളുകൾ അങ്ങനെയാണ്, എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെടുത്തിയിട്ട് എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ട്. ഒരിക്കലും ഒന്നുണ്ടാവരുത്. എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്, പ്രയാസത്തിൽ നിന്നിട്ട് അവർക്ക് എളുപ്പമാക്കി കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് ഓരോ മേഖലയിലും നാം ശ്രമിക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ അള്ളാഹു അതിന് പകരമെന്നോണം ദുന്യാവിലും ആഖിറത്തിലും നമ്മുടെ കാര്യത്തിലൊക്കെ ഒരു തൈസീർ, അള്ളാഹു നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഒരു എളുപ്പമാക്കി തരും. വമൻ സതറ മുസ്ലിമൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ അടുത്തുള്ള ഒരു വീഴ്ച, എന്തെങ്കിലും ഒരു തെറ്റോ എന്തെങ്കിലും ഒരു വഷളത്തരോ അവൻ്റെ അടുത്ത് പറ്റിപ്പോയി എന്ന് വെക്കാം, എന്നിട്ട് അവനെ മറച്ചു പിടിച്ചു, മറ്റുള്ളവരെ കാണിക്കാതെ മറ്റുള്ളവരെ അറിയിക്കാതെ ആളുകളെ കൂട്ടത്തിലിട്ട് വഷളാക്കാതെ മറച്ചു വെച്ചാൽ സതറഹുല്ലാഹു ഫിദ്ദുനിയാ വൽ ആഖിറ, ഇവൻ്റെ അടുത്ത് ഒരുപാട് കുറവുകളും പോരായ്മകളും വഷളത്തിലുണ്ടാവില്ലേ. നമ്മളടുത്തൊക്കെ ഉള്ളത് അള്ളാഹു സുബ്ഹാനഹു പ്രദർശിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ ഇടയിൽ ഇറങ്ങാൻ പറ്റുമോ? നമുക്കൊക്കെ ഓരോരുത്തരും നമ്മളടുത്തുള്ള രഹസ്യങ്ങൾ, നമ്മളടുത്ത് പറ്റിപ്പോയ വീഴ്ചകൾ, തെറ്റുകൾ അള്ളാഹു എങ്ങാനും അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ തല ഉയർത്തി മനുഷ്യരുടെ മുന്നിൽ ജീവിക്കാൻ കഴിയൂല നമുക്ക്. അള്ളാഹു സുബ്ഹാനഹു നമുക്ക് എത്രയോ കാര്യങ്ങൾ മറച്ചു വെച്ചതാണ്. ആ ഐബും ആ വഷളത്തരും മറ്റുള്ളവരുടെ മുന്നിൽ വഷളാക്കാതെ കാണിക്കാതെ, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വേറെയുള്ള മുന്നിൽ വില കുറച്ച് കാണിക്കാതെ മറച്ചു വെച്ചത് കൊണ്ടാണ്. അതുപോലെ തന്നെ മറ്റുള്ള ഒരു മുസ്ലിമിൻ്റെ അടുത്ത് വന്ന വീഴ്ചയോ കാര്യങ്ങളോ മറച്ചു വെക്കാൻ ശ്രമിക്കുക. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവന്റെ അടുത്തുള്ള വീഴ്ചകൾ, കുറവുകൾ, പോരായ്മകൾ ദുന്യാവിലും ആഖിറത്തിലും അത് മറച്ചു പിടിക്കും. ദുന്യാവിൽ മറച്ചു പിടിക്കുന്നു. അതേപോലെ ഖിയാമത്ത് നാളിൽ അള്ളാഹു അവന്റെ മുഅ്മിനായ അടിമയെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന തെറ്റ് ചെയ്തില്ലേ, ഇന്നത് ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഈ മനുഷ്യൻ പറയും മുഴുവൻ അത് പറ്റിയതാണ്, ഒക്കെ ഉണ്ടായത് തന്നെയാണ്, അതേ അള്ളാഹുവേ, അതേ എൻ്റെ റബ്ബേ എന്ന് പറയും. ഇവൻ അവസാനം വിചാരിക്കും ഞാൻ നശിച്ചു, ഇനി രക്ഷപ്പെടാൻ വഴിയില്ല. ആ തെറ്റ് മുഴുവൻ അള്ളാഹു എടുത്ത് പറഞ്ഞ് ചോദിച്ചിട്ട് അവിടെ വിചാരണ ചെയ്താൽ ഞാനിനി രക്ഷപ്പെടൂല, എൻ്റെ കാര്യം കഷ്ടമാണ് എന്ന് വിചാരിക്കുമ്പോൾ അള്ളാഹു അവനോട് പറയും എന്നാണ്, ദുന്യാവിൽ ഞാനത് മറച്ചു വെച്ചതുപോലെ ഇവിടെയും ഞാനത് മറച്ചു വെക്കുന്നു, അതിൻ്റെ പേരിൽ ഞാൻ എന്നെ പിടികൂടെ ശിക്ഷിക്കേ മറ്റുള്ളവരുടെ മുന്നിൽ വഷളാക്കേ ചെയ്യൂല എന്ന് പറയുന്നു. ഹിസാബൻ യസീറൻ, വളരെ എളുപ്പമുള്ള പ്രയാസമില്ലാത്ത നിലക്കുള്ള വിചാരണ അള്ളാഹു മുഅ്മിനെ ചെയ്യും എന്ന് പറഞ്ഞ ഹദീസ് വിശദീകരിച്ച് പ്രവാചകൻ ഇത് പറയുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ വഷളാക്കാതെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഇങ്ങനെ അവിടെ ചെന്ന് പറഞ്ഞ് ഇവിടെ ചെന്ന് ചർച്ച ചെയ്ത് മറ്റൊരിടത്ത് അങ്ങനെ ചെന്നിട്ട് പറഞ്ഞിട്ട് വേറൊരിടത്ത് ഇങ്ങനെ ചെന്ന് ഞാൻ ഗൈബത്ത് പറയുന്നല്ല, വേറെ കാര്യങ്ങളൊന്നല്ല ന്യായീകരിക്കും. ഇവൻ എന്നെ അറിയത് ഗൈബത്താണ്, ഇവൻ എന്നത് പറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ അതോടുകൂടെ
ആ ഒരു ന്യായം പറഞ്ഞിട്ട് മനസ്സിൽ കുത്തുണ്ടാവും. പറയാൻ പാടില്ലല്ലോ, അവനെ മോശമാക്കാൻ പാടില്ല, വഷളാക്കാൻ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ് അതില്ല, കുത്ത് ഒഴിവാക്കാനോ ദൈവത്ത് പറയുന്നില്ല, ഇല്ലാത്തത് പറയുന്നില്ല. പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോൾ ന്യായീകരിക്കും. ഒരിക്കലും ഉണ്ടാവരുതേ ആ സ്വഭാവം, നമ്മൾ ഒരിക്കലും ഉണ്ടാവരുത്. തെറ്റുകൾ ഉണ്ടാകും മനുഷ്യന്മാരെടുത്ത്, അറിയാതെ പറ്റിപ്പോകും ആളുകളെടുത്ത്, വീഴ്ചകളും കുറവുകളൊക്കെ സംഭവിക്കും നമ്മളെടുത്ത്. എത്ര ശ്രദ്ധിച്ചാലും അള്ളാഹു അത് മറച്ചു വെച്ചിട്ട് ഈ മനുഷ്യനെ അതിൽ നിന്നിട്ട് മറച്ചു വെച്ച ആളുകളെ മുന്നിൽ വഷളാക്കാതെ പോകുമ്പോൾ നമ്മളത് പറഞ്ഞ് പ്രചരിപ്പിച്ച് ചെയ്യരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ വഷളാക്കാൻ നിന്നാൽ, നമ്മൾക്ക് പറ്റിയ തെറ്റുകളും കുറ്റങ്ങളും മറ്റുള്ളവരുടെ മുന്നിൽ അത് കാണിക്കാൻ നിന്നാൽ നമുക്ക് തല ഉയർത്തി നടക്കാൻ കഴിയൂല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. ഒരു മനുഷ്യൻ തന്റെ സഹോദരനെ സഹായിക്കുമ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു സഹായം ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു സഹായം ഇവന് ലഭിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ മുസ്ലിമീങ്ങൾ തമ്മിൽ പാലിക്കേണ്ടുന്ന ആദാബുകളാണ്, മുസ്ലിമീങ്ങളോട് നമ്മൾ പുലർത്തേണ്ടുന്ന ബാധ്യതകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ കാര്യങ്ങൾ കൃത്യമായി പാലിക്കാൻ തയ്യാറായാൽ സമൂഹത്തിൽ നിന്ന് നടക്കുന്ന പല ജാതി പ്രശ്നങ്ങളിൽ നിന്നും അവർക്ക് പരിഹാരമുണ്ടാകും എന്നുള്ളതാണ് സത്യം. പക്ഷേ ആളുകൾ ദീനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും മനുഷ്യരുമായുള്ള ഇടപാടുകളിലും ബന്ധങ്ങളിലും കാര്യങ്ങളിലൊക്കെ വീഴ്ചകളും പ്രവാചകൻ ഈ പഠിപ്പിച്ച അധ്യാപനങ്ങൾ അത് വേണ്ടതുപോലെ പരിഗണിക്കാതെ അശ്രദ്ധയും ഉണ്ടാകുന്നത് കൊണ്ട് പല ജാതി പ്രയാസങ്ങളും ഇന്ന് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ ആദാബുകളെ നാം അത് പഠിക്കുകയും അത് നമ്മുടെ അദബുകളായി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.